ഒന്ന് കയറി ഓപ്പൺ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ കാണില്ല, അമ്മാതിരി പോകും. സത്യം പറഞ്ഞാൽ ഇതാണ് ഫെരാരിയുടെ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻ്റ് കാർ കേട്ടോ. അതായത് ഇതിന് വരുന്ന മൈലേജും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിൻലി ഇതിൻ്റെ ഡിസൈനിൻ്റെ കേസിനാണ് പറയുന്നത്. ഈ ഒരു പോർഷൻ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ഫെരാരി 296 GTBനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. സോ ഈ വണ്ടി തൃശ്ശൂരുള്ള ഒരുമാതിരിയുള്ള എല്ലാവർക്കും അറിയായിരിക്കും. യെസ്, ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ സാറിന് വേണ്ടിയാണ്. സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്പെക്കുകളും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ലെറ്റ്സ് ഗോ ദി വീഡിയോ. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ നെയിമും തുടങ്ങാം. അതായത് ഫെരാരി 296 GTB. അത് പ്ലേസ് വെക്കുന്നത് വെറുതെ അല്ല. ഫെരാരി 2.9 ലിറ്റർ V6, അതാണ് 2.9 ലിറ്റർ V6 എഞ്ചിൻ. GTB സ്റ്റാൻഡ്സ് ഫോർ ഗ്രാൻഡ് ടൂറിസ്മോ ബെർലിനെറ്റ, അതായത് കൂപ്പ് എന്ന് പറയുന്നതാണ് ഇറ്റാലിയൻ്റെ. ഓക്കെ, മാത്രമല്ല ഫെരാരിയുടെ ഒരു ഫസ്റ്റ് ഹൈബ്രിഡ് കാറും കൂടിയാണ് 296 GTB. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. very ക്യൂട്ടായിട്ട് ഒരു അൺലോക്കും ഇവിടെ അൺലോക്കും ഒരു ലോക്കും കാണാം. ഇത്രയ്ക്കുള്ളൂ, very ക്യൂട്ടായിട്ടിരിക്കും. അതുപോലെ തന്നെ ഫെരാരിയുടെ എയറോഡൈനാമിക്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പോർഷൻ കാണാൻ പറ്റും, 2 ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ആയിട്ടും. അത് കുറേ പേരും നോട്ട് ചെയ്തതാണ് ഈ ഒരു പോർഷൻ എന്തിനാണ്. അതായത് ഇവിടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം, DRL യൂണിറ്റ് കാണാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു എയർ വെൻറ്റ് സത്യം പറഞ്ഞാൽ ബ്രേക്കിംഗ് കൂളാക്കാൻ, എഫിഷ്യൻ്റ് ആക്കാനാണ്. അതായത് ഇവിടെ നിന്നുള്ള എയറിനെടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് ബ്രേക്കിങ്ങിൻ്റെ അടുത്ത് ചെയ്യുന്നത്, അതായത് ഡിസ്കിൻ്റെ അവിടേക്കാണ്. ബ്രേക്കിംഗ് സിസ്റ്റം മോർ കൂൾ ആൻഡ് എഫിഷ്യൻ്റ് ആയി നടക്കാനാണ് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം. അതേ സെയിം ആസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും കാണാം ആ ഒരു പോർഷൻ കണ്ട. സോ ഇവിടെയുണ്ട്, അതിനാണ് ഈ യൂണിറ്റ്. ആ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ സൈഡിലും എയർ വെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നേരെ എഞ്ചിനിലേക്ക് കൊടുക്കാനാണ്, അതായത് നേരെ എയറിനെ സക്ക് ചെയ്ത് എഞ്ചിനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്പോയിലർ കാണാം. ഇത് ആക്റ്റീവ് സ്പോയിലറാണ്. നമുക്ക് ഡ്രാഗ് കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ അത് ട്രാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് ലിഫ്റ്റ് ആവും, അതേപോലെ തന്നെ അടിക്കും. ഈ ഒരു പോർഷൻ കണ്ട, ഇതുവരെയുള്ള പോർഷൻ ശരിക്കും ലിഫ്റ്റായിട്ട് വരാൻ അടിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പോയിലറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എയറിനെ കറക്റ്റ് ഇതിനുള്ളിൽ വിട്ടിട്ട് ഈ ഒരു ഭാഗം കണ്ട ഇവിടേക്ക് വിടുന്നത് കറക്റ്റ് പക്ക ഇതിക്ക് വിടും. സോ പക്ക എയറിനെ കൊടുത്തിട്ട് നേരെ എൻജിൻ റൂമിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. സോ അതിനുള്ള ഈ ഒരു ഭാഗത്താണ് ഈ ഡിസൈനും കാര്യങ്ങളും കാണാൻ പറ്റും. കറക്റ്റ് ഇവിടെ നിന്നൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓവർ. അതായത് ബാക്കി വരുന്ന എയറിനെ ഇവിടെ നിന്ന് നേരെ വിട്ടിട്ട് ഇവിടേക്കാണ് കൊടുക്കുക. അതാണ് നേരെ ഇവിടെ കൂടെ പോകുന്നത്, മനസ്സിലായ, ഈ യൂണിറ്റ് കൂടെ പോകുന്നത്. അതേപോലെ തന്നെ ബാക്കിലത്തെ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല നേരോ ടൈൽ ലാമ്പ്സാണ്, നല്ല ക്യൂട്ടായിട്ട് എന്നാൽ നല്ല ഭംഗിയിലും കൊടുത്തിട്ടുണ്ട്. ഫെരാരി ലോഗോയും കാര്യങ്ങൾ കാണാം. എക്സോസ്റ്റ് ആണെങ്കിലും സെൻറ്ററിലാണ് പ്ലേസ് ചെയ്ത് നോക്കുന്നത്. ഒരു ഡുവൽ എക്സോസ്റ്റ് ആണ്, സിംഗിളായിട്ടാണ് ഒരു ഓപ്പണിംഗ് കൊടുത്തു നോക്കുന്നെങ്കിലും ഉള്ളിൽ ഡുവൽ എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിഫ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതെന്ന് പറയുന്നത് ക്യാമറയാണ്, ഭയങ്കര ഡീക്ക് കേട്ടോ. ലൈക്ക് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വിഷൻ അപ്പോൾ വല്ല റൈനി സീസണൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടും ചെളിയും മണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. പക്ഷേ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കാണാണ്ട് ഫെരാരി അങ്ങനെ ചെയ്യില്ലല്ലോ, അങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 20 ഇഞ്ചസിൻ്റെ മെഷ്ലിൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. ടയറിൻ്റെ ഭാഗത്തേക്കാണെങ്കിലും ഒരു ഫെരാരിയുടെ ഒരു വലിയൊരു കാലിബർ കാണാം കേട്ടോ. ഈ കാലിബർ നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ടുണ്ടോ, ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് അങ്ങനെ ചിന്തിക്കണം. അതാണ് ഈ ഒരു ഇത്രയ്ക്ക് കുഞ്ഞിത്. വാ, പിന്നെ പറയാനുള്ളത് ഈ ഒരു പോർഷൻ 10 kg ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. കാര്യം ചെറുതാണെങ്കിലും F1 ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ് ഫെരാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രെയിംലെസ് ഡോർസ് ആട്ടോ ഫെരാരി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ എഞ്ചിൻ്റെ ഈ ഭാഗം വരുന്നത് ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. ഇത് അങ്ങനെ ഓപ്പൺ ചെയ്യാം, ഫുള്ള് ഗ്ലാസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പ്ലേസ് ഫുള്ള് വരുന്നത്. അവിടെയായിട്ട് ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു യൂണിറ്റ് കാണാം ആ മുകൾ ഭാഗത്തായിട്ട്. പിന്നെ ഒരെണ്ണം ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാണ്ടേ? അതേ കാണും. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം കേട്ടോ. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഒരു 2.9 ലിറ്റർ V6 ട്വിൻ ടർബോ ചാർജഡ് എഞ്ചിൻ, അത് AMD ഹൈബ്രിഡ്. അത് 2 രീതിക്കാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു 123 kWh ഒരു ബാറ്ററി ബാക്കാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 165 HP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ, അതായത് V6 എഞ്ചിൻ ഇറ്റ്സെൽഫ് ഒരു 654 HP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒക്കെയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 819 HP ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ചില്ലറ സാധനമല്ല കേട്ടോ, വിചാരിക്കുന്ന പോലെ. ഇത് ജസ്റ്റ് 2.9 സെക്കൻഡ്സ് മതി 0 to 100 റീച്ച് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് ഒരു 24 km/h വരെ ഇതിന്
ഇലക്ട്രിക് മോട്ടറിൽ മൂവ് ചെയ്യാൻ പറ്റും. അതായത് വലിയ കലാപമൊന്നും ഇല്ലാണ്ട് അലമ്പൊന്നില്ലാണ്ട് വീട്ടിൽ നിന്ന് വണ്ടിക്ക് എടുത്ത് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ലൗഡല്ലാണ്ട്. അറിയാലോ ഫെരാരി ഒന്ന് ഓണാക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ. ആ ഒരു എല്ലാവരും മൈൻഡ് സെറ്റിലുണ്ട് അവരെ അതാണ് ഉണ്ടാവില്ല. നമുക്ക് നോർമലായിട്ട് ശാന്ത സമാധാനമായിട്ട് വണ്ടി എടുത്ത് പോകാം. അത് കഴിഞ്ഞ് അങ്ങനെയല്ല കേട്ടോ, ഒന്ന് കയറി ഓപ്പൺ റോഡ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ കണ്ണിൽ കാണില്ല, അതിൽ പോകും. പിന്നെ അതുപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് നോവിടെക്കിൻ്റെ കേട്ടോ സെർച്ച് ചെയ്തുകൊണ്ട്, സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, നോവിടെക്കിൻ്റെ എക്സോസിസ്റ്റാണ് ചെയ്ത് നോക്കുന്നത്. പറഞ്ഞാൽ ഇതാണ് ഫെരാരിയുടെ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻറ്റ് കാർ കേട്ടോ. അതായത് ഇതിന് വരുന്ന മൈലേജും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 15.1 ഫെരാരി പറയുന്നത്. അത് കിട്ടിയ ഓണേഴ്സ് ഉണ്ട്, 12ഉം 13ഒക്കെ വരെ പോകുന്ന ഓണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 എണ്ണം കാണാം, ഇതൊരെണ്ണം, അതേപോലെ ഇവിടെ ഒരെണ്ണം. ഇത് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ളത് ഈ ഭാഗം. അപ്പുറത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത് ഇവിടെയാണ് നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിൻ, അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന സ്കേർട്ടും ഇതൊക്കെ കണ്ട കാർബൺ ഫൈബറിലാണ് ചെയ്ത് നോക്കുന്നത്. ഫ്രണ്ടിലത്തെ ഒരു സ്കേർട്ട് പോർഷൻ ആണെങ്കിലും എല്ലാം കാർബൺ ഫൈബറിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. മെയിൻലി ഇതിൻ്റെ ഡിസൈനിൻ്റെ കേസിനാണ് പറയുന്നത്. സത്യം പറഞ്ഞ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് എനിക്ക് ഈ ഡിസൈനിൻ്റെ പേര് ഇങ്ങനെ മതിയായിരുന്നു എന്ന് തോന്നിയൊരു ഭാഗമില്ല. എല്ലാം അടിപൊളിയായിട്ട് ലൈക്ക് ഫെരാരി ഒരുമാതിരി എല്ലാ വണ്ടികളും എങ്ങനെയാണ്, ഇപ്പോൾ F90 ആണെങ്കിലും 812 ആണെങ്കിലും 488 458 അങ്ങനെ ഒരുമാതിരി എല്ലാ വണ്ടി എടുക്കുകയാണെങ്കിലും ലൈക്ക് ഇവർ ഡിസൈനിൻ്റെ കേസിൽ ഒരു ഭാഗത്തിന് പകരം ഇതിങ്ങനെ ചെയ്യായിരുന്നു. ഈ വണ്ടിയിൽ അങ്ങനെ ഫീൽ ചെയ്തു, അതായത് ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒന്നും തോന്നിയില്ല. എല്ലാം പെർഫെക്റ്റ്, അതായത് ഒരു പെർഫെക്റ്റ് ക്യൂട്ട് ആൻഡ് അഗ്രസീവ് മോൺസ്റ്റർ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോ കുറച്ച് വൈൻഡപ്പിയാണ്. നമ്മൾ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് കാർസിൻ്റെ റിവ്യൂസും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ് ചെയ്യൂ. ഓക്കെ, ബൈ.